ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോളിയസ് പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. കോളിയസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലച്ചെടിയാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു ചെടി വെച്ച് മാത്രം നമ്മുടെ ഗാർഡൻ നമുക്ക് കളർഫുൾ ആക്കാൻ പറ്റും, നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കോളിയസ് പ്ലാന്റ്. കോളിയസ് പ്ലാന്റിന് ഒരു 60ഓളം വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഒരു 10-12 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെ ബുഷിയാക്കി വളർത്താൻ പറ്റും, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ കെയറിങ്, വാട്ടറിങ്, അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ്. ഒരു 10-12 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് നട്ട് വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ലീവ്സ് ആണ്, ഈ പ്ലാന്റിൻ്റെ ഇലകളാണ് ഈ പ്ലാന്റിൻ്റെ ഭംഗി കൊടുക്കുന്നത്. പല വലിപ്പത്തിലുള്ള, പല ഷേപ്പിലുള്ള, പല വെരിഗേറ്റഡ് ആയിട്ടുള്ള, പല നിറത്തിലുള്ള, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കോളിയസ് പ്ലാന്റ്സ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ഇലകളൊക്കെ കണ്ടു. ചില പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, ഇങ്ങനെ നല്ല ഈ ഫ്രില്ലൊക്കെ വെച്ചതുപോലെ ഈ ഇല ഇരിക്കുന്നത് ഓരോന്നിനെ, പക്ഷേ പല സൈസിലുള്ള ഫ്രില്ലുകളാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ കളർ ഒറിജിനൽ കളറല്ല, വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് വരുന്നത്. ഒറിജിനൽ കളറ് ഇതിലും കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഓരോന്നും ചിലത് പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്ക് ഒരേപോലെയൊക്കെ തോന്നും, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ പ്ലാന്റ്സിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ കണ്ടോ എന്തൊരു ഭംഗിയിലാണ് ഈ ഇലയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വേണ്ട ഒരു പ്ലാന്റാണിത്. കാരണം ഇവർക്ക് വെള്ളം ഇല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാടി തളർന്നങ്ങ് പോകും. അപ്പോൾ ഇതിന് ആവശ്യത്തിന് വെള്ളം ഇവർക്ക് വേണം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സോയിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ്, നനവുണ്ടോയെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല ഒരു വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ കോളിയസ് പ്ലാന്റ്. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുകയായിരിക്കും നല്ലത്. പക്ഷേ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കും. ഒത്തിരി വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇലയൊക്കെ വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്നാലും അത്ര പ്രശ്നമില്ല. എന്നാലും അങ്ങനെ ആ ഒരു കടുത്ത വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കാണ്ടിരിക്കുക. പക്ഷേ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അങ്ങനെ വെച്ചാലാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ആ നല്ല ഒരു കളറൊക്കെ, നല്ല ബ്രൈറ്റ് കളറൊക്കെ കിട്ടുക. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നല്ല മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള ഒരു പോട്ടിംഗ് മിക്സ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇതിന് പോട്ടിംഗ് മിക്സ് എടുക്കുന്ന സമയത്ത് കുറച്ചധികം കൊക്കോ പീറ്റ് ആഡ് ചെയ്യാറുണ്ട്. കാരണം അതിൽ ഒരു വാട്ടർ കണ്ടൻറ്റ് അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും പോട്ടിംഗ് മിക്സ് നല്ല ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും കൊക്കോ പീറ്റ് കൂടുതൽ ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കൊക്കോ പീറ്റ് പോട്ടിംഗ് മിക്സിലൊരു മെയിൻ ഘടകമാണ്. പിന്നെ ഇവർക്ക് വാട്ടർ കണ്ടൻറ്റ് ഇഷ്ടമാണ്, മോയ്സ്ചർ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ പോലും ഇവരുടെ സ്റ്റെമ്മൊക്കെ വളരെ എന്താ പറയുക, ഭയങ്കര ലോലഹൃദയരായിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് ഇവർ ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ടിംഗ് മിക്സ് കൂടെ ആയിരിക്കണം. വെള്ളം നനവ് ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മണലോ അല്ലെങ്കിൽ പെർലൈറ്റോ ഒക്കെ നമുക്ക് പോട്ടിംഗ് മിക്സിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടി അങ്ങനത്തെയുള്ള ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ സാധാരണ ഏത് ഫെർട്ടിലൈസറാണോ ഉപയോഗിക്കുന്നത് ആ ഫെർട്ടിലൈസറും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വളരുന്നതാണ്. പിന്നെ ഈ ചെടികൾക്ക് പൊതുവെ അങ്ങനെ വലിയ രോഗങ്ങളൊന്നും വരാറില്ല. പക്ഷേ ചിലപ്പോൾ ഇലകൾക്ക് ചില ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാറുണ്ട്. ചില ചെടികൾക്കൊക്കെ അങ്ങനെ കാണാറുണ്ട്. എൻ്റെ ഇപ്പോൾ ഈ ഒരു ചെടിയുണ്ടോ, ഈ ഒരു ചെടിക്ക് ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്സ് യൂസ് ചെയ്യാന്നുള്ളത്.
ആണ്. അപ്പോൾ നമ്മൾ ഫംഗിസൈഡ്സ് ഉണ്ടാക്കുന്ന ഇൻസെക്ടിസൈഡ്സും ഫംഗിസൈഡ്സും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയേക്കാം. അപ്പോൾ ഈ ഫംഗിസൈഡ്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫംഗിസൈഡ്സ് ആണത്. അപ്പോൾ അതൊക്കെ ഇതിനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ പോയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളോ ഒക്കെ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, അത് പെട്ടെന്ന് തന്നെ പൊക്കോളും. അപ്പോൾ അല്ലാതെ വേറെ അങ്ങനെ അസുഖങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഈ ഒരു പ്ലാന്റിന് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. വേറെ പ്ലാന്റ്സിനൊന്നും ഇതങ്ങനെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നല്ല ഇങ്ങനെ പൊങ്ങി വളർന്നു പോകുന്നതിനേക്കാൾ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗി, ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബുഷിയാക്കി നിർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ബുഷിയാക്കി നിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ ടിപ്സ് ഉണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് നമ്മൾ ഒപ്പം ആക്കി നിർത്തുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ കട്ട് ചെയ്ത സ്റ്റെമ്മിൻ്റെ അവിടെ നിന്ന് വീണ്ടും പുതിയ മുളകൾ വന്നു തുടങ്ങും. അപ്പോൾ അങ്ങനെ ചട്ടി മുഴുവൻ നിറഞ്ഞ് ചെടി ഇങ്ങനെ ബുഷിയായിട്ട് വളരും. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കോളിയസ് പ്ലാന്റിൻ്റെ ഭംഗി. ഇങ്ങനെ കോല് പോലെ നീണ്ട് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്ര ഭംഗിയില്ല ഇതിന്. പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് 2-3 തരത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തണ്ട് കട്ട് ചെയ്ത് സ്റ്റെമ്മ് കട്ട് ചെയ്ത് മണ്ണിൽ കുഴിച്ച് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ ലീവ്സ് വെച്ചിട്ട് ഇലകൾ വെച്ചിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അത് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഞാൻ വെള്ളത്തിൽ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തണ്ട് മണ്ണിൽ കുഴിച്ച് വെച്ച് 2 രീതിയിലും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും സക്സസ്ഫുൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഇങ്ങനെ നീളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അതേപോലെ ഈ പ്ലാന്റ് നല്ല നീളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഹൈറ്റിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ ചെടികളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു നോഡ് വരുന്ന ഭാഗം വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെ നീണ്ടുപോയിരിക്കുന്ന ഓരോ സ്റ്റെമ്മ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന ഇപ്പോൾ ബ്ലേഡോ കത്രികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തിട്ട് കട്ട് ചെയ്യായിരിക്കും നല്ലത്. കാരണം വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഇതിന് വരാണ്ടിരിക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ചെടി ഉണ്ടോ, ഈ ഒരു പച്ച കളറിലുള്ളൊരു ചെടി, അതും ഇപ്പോൾ ഒരുവിധം അതിൻ്റെ തണ്ട് വലുതായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്നും കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രണ്ട് കളറ് ചെടിയാണ് എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തേക്കണേ. അപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെ നമ്മൾ 2 ടൈപ്പിലുള്ള ചെടി നട്ടു കൊടുക്കുക, അല്ലെങ്കിൽ 3 ടൈപ്പ് ചെടിയൊക്കെ നട്ടു കൊടുക്കുമ്പോൾ ഒന്നിച്ചുണ്ടായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ചെടിയുടെ താഴെയുള്ള സ്റ്റെമ്മിൻ്റെ അടിഭാഗത്തുള്ള ഇലകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഇല ഇങ്ങനെ മണ്ണിൽ കുത്തി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെടി പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സിൽ ഞാൻ ഗാർഡൻ സോയിലും അതുപോലെ കൊക്കോപീറ്റും പെർലൈറ്റും ചാണകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പെർലൈറ്റിന് പകരം നിങ്ങൾക്ക് മണലാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലുപൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് റൂട്ടിംഗ് ഹോർമോൺ ഈ സ്റ്റെമ്മിൻ്റെ അടിഭാഗത്ത് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിംഗ് ഹോർമോൺ പുരട്ടിയിട്ട് നമ്മൾ ചെടി നട്ടു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വേര് പിടിക്കും. വേര് പിടിക്കാൻ എളുപ്പമാണ്. സാധാരണ നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വേര് പിടിക്കും, പക്ഷെ കുറച്ച് താമസം ഉണ്ടാവും വേര് പിടിക്കാനായിട്ട്. അപ്പോൾ ഈ റൂട്ടിംഗ് ഹോർമോൺ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ റൂട്ടിംഗ് ഹോർമോണൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പൗഡറായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ റൂട്ടിംഗ് ഹോർമോൺ ഒന്ന് പുരട്ടിയിട്ട് ചെടികളെല്ലാം നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പോട്ടിൽ നട്ടേക്കണം കണ്ടോ, ഈ ചട്ടിയുടെ ചുറ്റിലുമായിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് കുത്തി കൊടുത്തേക്കണം. അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബുഷിയായിട്ട് വളർന്നു വരും. പിന്നെ നമ്മുടെ വളർന്ന ഒരു ചെടി ഒന്ന് നമുക്ക് ബുഷിയാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഇലയുടെയൊക്കെ കൂമ്പ് ഭാഗം കണ്ടോ, അപ്പോൾ ഈ കൂമ്പ് ഭാഗത്തു നിന്ന് നമ്മൾ ചെറുതായിട്ട് ആ ഇലയൊന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിലും ഇത് നന്നായിട്ടിങ്ങനെ ബുഷിയായിട്ട് വളർന്നു വരും, ഇങ്ങനെ പൊങ്ങി അങ്ങ് പോവാണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വരണത് വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു ചെടി നട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വെക്കരുത്. ഒന്ന് ഷെയ്ഡിൽ വെച്ചിട്ട് ആ ചെടി ഒന്ന് വേര് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഉഷാറായി വരുന്നതിന് ശേഷം നമ്മൾ കുറച്ച് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ മാറ്റി വയ്ക്കുക. നമ്മൾ ഏത് ചെടി നട്ടാലും അങ്ങനെ തന്നെയാണ് ചെയ്യാനുള്ളത്. കാരണം പെട്ടെന്ന് തന്നെ വെയിലത്തേക്ക്
മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അത് വാടി തളർന്നൊക്കെ പോവും, വേര് പിടിക്കാതെയൊക്കെ വരും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വേര് പിടിച്ച് വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കണം. അതേപോലെ മാസത്തിലൊരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം. എല്ലാ ചെടികൾക്കും നമ്മൾ അങ്ങനെ സാധാരണ കൊടുക്കാറുള്ളതാണ്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഫെർട്ടിലൈസർ ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല. ചാണക വെള്ളം കലക്കി ഒഴിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും മതി. ഞാൻ സാധാരണ ചാണകവെള്ളമൊക്കെ കലക്കി ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ പോട്ടി മിക്സിൻ്റെ കൂടെ ഓൾറെഡി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മതിയാകും. പിന്നെ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കുക. ഇത്രയൊക്കെ കാര്യമാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് നിർത്തി തരുന്ന, അല്ലെങ്കിൽ അടിപൊളിയാക്കി തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കോളിയസ് പ്ലാന്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ വളർത്തുന്ന കോളിയസ് പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കാരണം ഞാൻ എൻ്റെ കോളിയസ് പ്ലാന്റ്സ് വളർത്തിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലും വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും ഒരുപാട് പേര് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. കാരണം അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അത് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.